വാടക കെട്ടിടത്തിലും തിരുവനന്തപുരത്ത് സ്വന്തം വീട് പിണറായിയിൽ, അതുപോലെ തന്നെ റിയാസിൻ്റെ ഉപ്പയും ഉമ്മയും താമസിക്കുന്ന വീടുൾപ്പെടെ റെയ്ഡ് നടന്നു എന്ന വാർത്തയാണ് രാവിലെ മുതൽ വന്നത്. തികച്ചും രാഷ്ട്രീയ പകപോക്കൽ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു കാര്യം ഇപ്പോഴ് ഉണ്ടായത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി കടുത്ത രീതിയിലുള്ള കടന്നാക്രമണത്തിന് വിധേയപ്പെടുത്തുന്ന രീതിയാണ് ഇന്ത്യയിലുടനീളം കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോഴ് ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ യഥാർത്ഥത്തിൽ ഇവർ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരായി ആക്രമിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമായിട്ടാണ് കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നത് എന്ന് സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ 1% പോലും ഈ എടുക്കുന്ന കേസുകളിൽ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നും കൂട്ടിലടച്ച തത്തയെപ്പോലെയാണ് ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത് എന്നും ഉൾപ്പെടെയുള്ള നിരവധി പരാമർശങ്ങൾ കേന്ദ്ര ഏജൻസികളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളതാണ്. അതിൻ്റെ മറ്റൊരു പതിപ്പാണ് കേരളത്തിൽ ഇപ്പോഴ് അരങ്ങേറിയിട്ടുള്ളത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ നേതാവും CPIMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവുമായ സഖാവ് പിണറായിക്കെതിരായി രാഷ്ട്രീയ ആയുധമാക്കിയതിനെ ഉപയോഗിച്ച് കടന്നാക്രമിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം എന്ന് എല്ലാവർക്കും അറിയാം. പിണറായിയെയും പിണറായി പ്രദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തെയും ഈ രീതിയിലുള്ള അക്രമം കൊണ്ട് ദുർബലപ്പെടുത്താം എന്നാണ് ധരിക്കുന്നതെങ്കിൽ അങ്ങനെ ദുർബലപ്പെടുന്ന ഒരാളല്ല പിണറായി എന്നും അങ്ങനെ ദുർബലപ്പെട്ടു പോകുന്ന പ്രസ്ഥാനമല്ല CPIM എന്നും വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോഴ് കേന്ദ്ര ഗവൺമെൻറ് BJP ഗവൺമെൻറ് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കടന്നാക്രമങ്ങളെ പരോക്ഷമായും പ്രത്യക്ഷമായും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം പരസ്യമായിട്ട് തന്നെ പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയിലെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് ED പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം ഇവിടെ ഉന്നയിച്ചതാണ്. കേരളത്തിൽ വന്നിട്ട് പരസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റതിന് ശേഷമുള്ള പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി ഇന്നലെയാണ് VD സതീശൻ മുഖ്യമന്ത്രി അവിടെ എത്തിയത്. യഥാർത്ഥത്തിൽ BJPയും UDFും ഒരേപോലെ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ട കാര്യം പിണറായിയെ അറസ്റ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം തന്നെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, രാഹുൽ ഗാന്ധി തന്നെ ഇവിടെ വന്നിട്ട് ഈ കാര്യം പറയുകയും ചെയ്തിട്ടുള്ളതാണ്. നമുക്കറിയാം, ഇതിനു മുമ്പ് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാളിനെ ജയിലിലടക്കാൻ കോൺഗ്രസ് നൽകിയ പെറ്റീഷൻ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് കേന്ദ്ര ഭരണാധികാരികൾ നരേന്ദ്രമോദി നിലപാട് സ്വീകരിച്ച് അദ്ദേഹത്തെ ജയിലിലടച്ചത്. പിന്നീട് ഈ ആരോപണങ്ങളൊന്നും കഴമ്പുള്ളതല്ല എന്ന് പ്രഖ്യാപിച്ച് ഡൽഹി ഹൈക്കോടതി ചവറ്റുകൊട്ടയിൽ എറിയുകയാണ് ചെയ്തിട്ടുള്ളത്.
ഭാവന ചമച്ചാൽ അത് കുറ്റപത്രമാവില്ല എന്ന് കോടതി, ഡൽഹി ഹൈക്കോടതി തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് പറയുകയുണ്ടായി. ഈ ഭാവന ചമക്കലാണ് കേരളത്തിലും ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സീമാറലുമായി ബന്ധപ്പെട്ട കേസ് വീണ വിജയന്റെ എക്സലോജിക് സ്ഥാപനവുമായിട്ടുണ്ടാക്കിയിട്ടൊരു കരാർ, അതുവഴി ബാങ്ക് വഴി 1.72 ലക്ഷം കോടി, 1,72,00,000 എല്ലാ നിയമപരമായ വഴികളും സ്വീകരിച്ച് എല്ലാ നികുതികളും ഒടുക്കി കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആ കേസിൻ്റെ അടിസ്ഥാനം. ഇന്ന് കേരള നിയമസഭയിലെ 2 മന്ത്രിമാർ ഇതിൻ്റെ തന്നെ ഭാഗമായിട്ട് പേരുള്ളവരാണ് എന്നും ആ പേരുള്ളവർ തന്നെ അത് സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ടുള്ള കേസ് ഇല്ല. ഇവിടെ വിജിലൻസ് കോടതി, ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കേസുണ്ടാവുകയും തീർപ്പാക്കി അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ് പലതും. മാത്യു കുളനാടനെ പറ്റി ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതി തന്നെ പരാമർശം നടത്തിയത് നമ്മുടെ എല്ലാം ശ്രദ്ധയിൽ ഉള്ളതാണ്. 2-3 ഏജൻസികളാണ് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മുമ്പോട്ടേക്ക് കൊണ്ടുവന്നത്. ഒന്ന് ED ആണ്, മറ്റൊന്ന് ഇൻകം ടാക്സ് വിഭാഗമാണ്, SFIO ആണ്, പിന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. ഇവരെല്ലാം അന്വേഷിച്ചിട്ടുള്ളതാണ്. എല്ലാ അന്വേഷണത്തിലും പൂർണ്ണമായി സഹകരിക്കുന്ന നിലപാടാണ് വീണ വിജയൻ സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇത്തരത്തിലുള്ള വന്ന ഓരോന്നിനോടും സഹകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്ന സന്ദർഭത്തിൽ തന്നെയാണ് ഇപ്പോഴും ഈ രീതിയിലുള്ള ഒരു കടന്നാക്രമം അവർ പ്ലാൻ ചെയ്തത്. ഹൈക്കോടതി തന്നെ നേരത്തെ പറഞ്ഞിരുന്ന ഒരു കാര്യം, വീണ വിജയന് സംസ്ഥാന ഗവൺമെൻറ്റോ പിണറായി വിജയൻ തന്നെയോ ഒരു സഹായവും ചെയ്തിട്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കേസ്, ആ കേസ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് മകളായി പോയി എന്നുള്ളതുകൊണ്ട് അച്ഛൻ്റെ പേരിൽ കേസെടുക്കുന്നതിന് വേണ്ടി ഒരു വഴിയും അവരുടെ മുമ്പിൽ ഇല്ല. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞു എന്ന് പറയുന്നത് തന്നെ ഒരു FIR ഇടാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ അന്വേഷിക്കാനാണ് പറഞ്ഞത്. FIR ഇല്ല അതിൻ്റെ ഭാഗമായിട്ട്, അപ്പോൾ കേസ് അന്വേഷിക്കാനാണ് പറഞ്ഞത്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ പറയുന്ന കേന്ദ്ര ഏജൻസിയുടെ റെയ്ഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുമ്പോട്ടേക്ക് വന്നിട്ടുള്ളത്. പിണറായി വിജയൻ CPIMൻ്റെ പോളിറ്റ് ബ്യൂറോവും അതുപോലെ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കഴിഞ്ഞ 10 വർഷക്കാലം മുഖ്യമന്ത്രി, ഇപ്പോൾ പ്രതിപക്ഷ നേതാവുമായിട്ട് വന്നത് വലിയ സഹനം, വലിയ കടന്നാക്രമം എല്ലാം സഹിച്ചുകൊണ്ടാണ്. അടിയന്തരാവസ്ഥയിൽ സഖാവ് പിണറായി വിജയനെ പോലീസ് മൃഗീയമായിട്ട് മർദ്ദിച്ച് ശരീരഭാഗങ്ങൾ മുഴുവൻ അടിച്ച് തകർത്ത് കാലുകളൊക്കെ അടിച്ച് പൊളിച്ച് മാസങ്ങളോളം ചികിത്സ വേണ്ടി വന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ്. RSS സംഘപരിവാർ വിഭാഗങ്ങൾ സഖാവിനെതിരായിട്ട് നടത്തിയിട്ടുള്ള കടന്നാക്രമ രീതി നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇതെല്ലാം അറിയുന്ന കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ പ്രതിയാക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ കെട്ടിച്ചമച്ച കേസ്, അത് സഖാവ് പിണറായി വിജയനെതിരായിട്ടുള്ള കേസാണെന്ന് ഞങ്ങൾ കാണുന്നില്ല. അത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പാർട്ടിക്കെതിരായിട്ടുള്ള കടന്നാക്രമത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ആയുധമാണ്. CPIM ഇത്തരത്തിലുള്ള തെറ്റായ കടന്നാക്രമ രീതികളെ ചെറുത്തുകൊണ്ട് തന്നെയാണ് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. ഇവിടെ ജനകീയമായ രീതിയിൽ ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കും, നിയമപരമായ സമീപനങ്ങൾ ഞങ്ങൾ സ്വീകരിക്കും.
ജനങ്ങൾ അണിനിരത്തിക്കൊണ്ട് തന്നെയാണ് ഇതിനെ അതിശക്തിയായിട്ട് പ്രതിരോധിക്കാനാവുക എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തന്നെ ഒരാഹ്വാനവും ഇല്ലാതെ തന്നെ ജനങ്ങൾ തെരുവിലിറങ്ങുന്ന സ്ഥിതിയാണ് കേരളത്തിൽ കണ്ടിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ പ്രതിഷേധങ്ങൾ രൂപപ്പെട്ട് വന്നിട്ടുള്ളത്. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള ഉയർന്ന നേതൃനിരയുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, യോഗം ചേർന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതയെ, പാർട്ടി വിരുദ്ധമായ നിലപാടിനെ, പാർട്ടിയെ തകർക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ അത് പിണറായി വിജയനെ തകർത്തുകൊണ്ടാണ് സാധിക്കുക എന്നുള്ളതുകൊണ്ട് പിണറായിക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരത്തെ, അവരുടെ ഭാഗത്തു നിന്നുള്ള ഈ കടന്നാക്രമത്തെ ശക്തിയായിട്ട് പ്രതിരോധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയിലൊക്കെ ജനങ്ങൾ തടിച്ചുകൂടിയിരിക്കുകയാണ്, പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പുറമെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഏരിയ കേന്ദ്രങ്ങളിലും ലോക്കലുകളിലുമൊക്കെ അതിശക്തിയായ രീതിയിലുള്ള ജനകീയ പ്രതിരോധം, ജനകീയ പ്രതിഷേധം ശക്തിയായിട്ട് ഇപ്പോൾ തന്നെ നടന്നു വരുന്നുണ്ട്. ആ പ്രതിഷേധം ശക്തിപ്പെട്ട് മുമ്പോട്ടേക്ക് പോകും. ഇന്ന് വൈകുന്നേരത്തോടുകൂടി കേരളത്തിലെ മുഴുവൻ ബ്രാഞ്ചുകളിലും ശക്തിയായ രീതിയിലുള്ള പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. കേരളമുടനീളം സമാധാനപരമായി ഇത്തരത്തിലുള്ള സമരങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി മുമ്പോട്ടേക്ക് വരികയാണ്. എല്ലാവരുടെയും പരിപൂർണമായ പിന്തുണയുണ്ടാവണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന രീതിയിലും ഇതിനെ തീർച്ചയായിട്ടും പ്രതിരോധിക്കേണ്ടതുണ്ട്. ഇത് CPIM-ന് മാത്രം എതിരായിട്ടുള്ളതല്ല, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതൃത്വത്തിന് ആകെ എതിരായിട്ടുള്ള കടന്നാക്രമത്തിൻ്റെ ഭാഗം കൂടിയാണ്. അതിൻ്റെ ഒപ്പം നിൽക്കുകയാണ് ഇവിടെ VD സതീശനും കോൺഗ്രസും. മുമ്പും അതെ, ഇപ്പോഴും ആ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന നല്ല സംശയം ജനങ്ങൾക്കുണ്ട്. ഒരു സംശയമില്ലാത്ത രീതിയിൽ ഈ കാര്യം ഒഴിവാക്കിയിട്ടുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രമുഖനായ പ്രതിപക്ഷ നേതാവായിരുന്ന രാഹുൽ ഗാന്ധി തന്നെ എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഈ BJP-യുടെ ഗൂഢാലോചനയുടെ ഡീല് എന്ന് ഞങ്ങളെപ്പറ്റിയാണ് സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. CPIM അതുപോലെ തന്നെ BJP-യും ഡീലാണെന്നാണ്. ഇപ്പോഴാ ഡീൽ കൃത്യമായിട്ട് തെളിഞ്ഞിരിക്കുകയാണ്. BJP-യും UDF-ഉം തമ്മിലുള്ള VD സതീശൻ ഉൾപ്പെടെയുള്ളവരുടെ കൃത്യമായ ഡീലാണ് പുറത്തു വന്നിട്ടുള്ളത്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഞങ്ങൾക്കൊന്നും ഇതിനെപ്പറ്റി ഒരു ആശങ്കയില്ല, ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള തെറ്റായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. വന്നതെല്ലാം മുമ്പേ വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. പിണറായി വിജയൻ ഇതിൻ്റെ അകത്ത് ഒരു ഉത്തരവാദിത്വമില്ല. രാഷ്ട്രീയമായിട്ട് പിണറായിക്കെതിരായിട്ടും അതുവഴി പാർട്ടിക്കെതിരായിട്ടും നടക്കുന്ന ഏറ്റവും ശക്തിമത്തായ കടന്നാക്രമമാണ് എന്ന് തന്നെയാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അല്ലാതെ ഇതിൽ പിണറായി വിജയൻ പ്രതിയല്ല. പിണറായി വിജയൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അച്ഛനായി പോയി എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ ഇത് രാഷ്ട്രീയ പ്രേരിതമായ ഒരു ശക്തമത്തായ കടന്നാക്രമമാണെന്നുള്ളതാണ് സത്യം. അതെ അതെ. അല്ല, ED അന്വേഷണം തുടരാൻ FIR ഇട്ടിട്ടില്ല. FIR ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം തുടരാമെന്നാണ് പറഞ്ഞത്. എന്ത് അന്വേഷണം തുടരേണ്ടത്? എല്ലാ കോടതികളും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിജിലൻസ് കോടതി, ഹൈക്കോടതി, ഡൽഹി ഹൈക്കോടതി എല്ലാം സ്ക്രൂട്ടിനിക്ക് വിധേയപ്പെടുത്തി അവസാനിപ്പിച്ചതാണ്. അവിടെ ഒന്നും കഴമ്പില്ല എന്ന് കണ്ടെത്തിയതാണ്. മാത്രമല്ല, കൊളനാടിനെതിരായിട്ട് പരാമർശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു തരത്തിലും പിണറായി വിജയനെ പ്രതി ചേർക്കാനാവാത്ത ഒരു കേസിൻ്റെ അകത്ത് ഇപ്പോഴും പാർട്ടിക്കെതിരായ കടന്നാക്രമത്തിൻ്റെ ഭാഗമായിട്ട് പിണറായിക്കെതിരായിട്ടുള്ള ഈ പുതിയ റെയ്ഡ് ആരംഭിച്ചിരിക്കുന്നു എന്ന് മാത്രമേ കാണേണ്ടുള്ളൂ. അത് ഞങ്ങൾ രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും ഒക്കെ ശക്തിയായിട്ട് നേരിടുക ചെയ്യും. ഇല്ല, അല്ല, അവകാശ ലംഘനം മാത്രമല്ല, ഇത് യഥാർത്ഥ ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമായ രീതിയിലുള്ള തടഞ്ഞുവെപ്പാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ കേസിൽ പ്രതിയല്ല. അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യവും അവർക്ക് നേടാനുമില്ല. പക്ഷേ ഇവിടെ തികച്ചും തെറ്റായ രീതിയിൽ കേന്ദ്ര ഏജൻസികൾ മുന്നോട്ടേക്ക് വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീണയ്ക്ക് വേണ്ടി ബേജാറാവേണ്ട ഒരു കാര്യമില്ല. അത് നിങ്ങൾ ബേജാറായാൽ മതി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണ്. വീണയ്ക്കെതിരായിട്ടുള്ള കേസാണ് ഞങ്ങളത് ഇടപെടേണ്ട കാര്യം. ഇതിന് പിണറായി വിജയനെ പിന്നെ എന്തിനാണ് പ്രതി ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ ഗൂഢാലോചന നടക്കുന്നത്? അതെന്താ നിങ്ങൾ ഉത്തരം? പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യുന്നത് എന്തിനാണ്? ആ
പറഞ്ഞല്ലോ. അല്ല, അതില്ലാതെ അതല്ലാതെ അന്നേ പറഞ്ഞല്ലോ, ഞാനല്ല ആ PV എന്ന്. അത് പിണറായി തന്നെ വ്യക്തമാക്കിയല്ലോ. നേരെ മറിച്ച് മറ്റവർ രണ്ടുപേരും അംഗീകരിച്ചതാണ് ഞങ്ങളുടെ പേര് തന്നെയാണെന്നും. അതാ കാര്യം. ഒന്ന് നിഷേധിച്ച് അന്ന് മുതലേ നിഷേധിച്ചു, ആ PV ഞാനല്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും കൃത്യമായിട്ട് അവരുടെ പേര് എല്ലാവർക്കും അറിയുന്ന പേരാണ്. ഞാൻ പേരൊന്നും ഇപ്പോൾ പറയുന്നത് 2 മന്ത്രിമാരെന്ന് ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ. ഇതാണ് കാര്യം. ആ, ഞങ്ങൾക്കിതിൽ ഒരു റിസൾട്ട് അറിയാനില്ല. കാരണം ഇത് പിണറായി വിജയനുമായി ഇതിന് യാതൊരു ബന്ധമില്ല. പിന്നെ എന്ത് റിസൾട്ട് അറിയേണ്ട കാര്യം? നിങ്ങൾ എന്ത് റിസൾട്ടിനെ പറ്റിയാണ് പറയുന്നത്? എന്ത് പരിശോധന? മുമ്പേ പരിശോധിച്ചെല്ലാം പൂർണ്ണമായി കൃത്യമായിട്ട് തള്ളിക്കളഞ്ഞാണല്ലോ എല്ലാം. ഈ കേരളത്തിന്റെ വിവിധ മേഖലയിൽ നടന്ന കോടതിയുടെ കേസുകളിൽ ഇതൊക്കെ തെറ്റാണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കേസ് നിലവിലില്ലല്ലോ. ഇനി വീണ്ടും ഹൈക്കോടതിയുടെ ഭാഗമായിട്ട് FIR ഇല്ലാത്ത പശ്ചാത്തലത്തിൽ നിങ്ങൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് പിണറായി വിജയന് നേരെ ഇതിന് യാതൊരു ബന്ധമില്ല എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ എന്തിനാ വേറെ അന്വേഷണം നടക്കേണ്ടത്? അതാ ഞാൻ പറഞ്ഞത്, കോടതി തന്നെ പറഞ്ഞത് ഉറപ്പ്. വേറെ ആര് പറഞ്ഞത് ഉറപ്പാകേണ്ടത്? ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ പറയും അത് രാഷ്ട്രീയം, നിങ്ങളുടെ രാഷ്ട്രീയമാണല്ലോ എന്ന്. കോടതി തന്നെ പറഞ്ഞല്ലോ, ഗവൺമെന്റിനോ പിണറായിക്കോ ഇതിലൊരു പങ്കുമില്ല എന്ന് കോടതി പറഞ്ഞു വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ. പിന്നെ എന്തിനാണ് വീണ്ടും അന്വേഷണത്തിന്റെ പേരിൽ പിണറായി വിജയനെ ഇപ്പോൾ ഇവിടെ റെയ്ഡ് നടത്താൻ പുറപ്പെട്ടത്? എന്തിനാ? അത് രാഷ്ട്രീയ, അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് രാഷ്ട്രീയ പ്രേരിതം. അതാണ് കാര്യം. ശരി. ഞങ്ങൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, അത് നിയമപരമായും അതുപോലെ തന്നെ ജനകീയ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചും ഞങ്ങൾ പ്രതിരോധിക്കും. ഒരു സംശയവും വേണ്ട. നിയമപരമായ പ്രതിരോധത്തിൽ മുഴുവൻ ഇതേവരെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് സഖാവ് പിണറായി വിജയനെ ബന്ധിപ്പിക്കാനോ പിണറായിക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ആർക്കെങ്കിലും എതിരായിട്ടോ ഒരു കാര്യവും തെളിവായിട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതേവരെയുള്ള നമ്മുടെ അനുഭവം. ഒരു കാര്യമില്ല. ഇഡിയുടെ കയ്യിൽ എന്താണ് തെളിവുള്ളത്, അവിടെ എന്താണ് രേഖയുള്ളത് ഞങ്ങൾക്ക് അറിയില്ല എന്നാണെന്ന് പിണറായി പറഞ്ഞത്. അല്ല, നിങ്ങളുടെ കയ്യിൽ പ്രതികരണമുള്ളതല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് കോടതി അത് സംബന്ധിച്ച് പറഞ്ഞു വെച്ച അവസാനത്തെ വാക്കാണ്. ഇതിൽ ഗവൺമെന്റിനോ പിണറായി വിജയനോ യാതൊരു തരത്തിലുള്ള സഹായവും ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ചെയ്തു കൊടുത്തിട്ടില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞതാണ് കോടതി. അപ്പൊ ആ കോടതി പറഞ്ഞ പരാമർശത്തിൽ മാത്രം നിന്നാ മതി. ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്, പരിശോധിച്ചാൽ മനസ്സിലാവും. ജഡ്ജ്മെന്റ് വന്നില്ല. അങ്ങനെ അതെല്ലാം വേറെ മറ്റേ കേസൊന്നും നിലവിൽ യഥാർത്ഥത്തിലുണ്ടായ എല്ലാ കേസിന്റെയും മേലെ സ്ക്രൂട്ടിനി നടന്നിട്ടുണ്ട്. അതെല്ലാം തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. ഒന്നും നിലനിൽക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ പുതുതായിട്ട് കേസുണ്ടാക്കുകയും ആ കേസിന്റെ ഭാഗമായിട്ട് ഹൈക്കോടതി പോവുകയും ഹൈക്കോടതി തന്നെ ഇതിന്റെ മേലെ FIR പോലും ഇല്ലാത്ത പശ്ചാത്തലത്തിൽ FIR രജിസ്റ്റർ ചെയ്യാത്ത സാഹചര്യത്തിൽ നിങ്ങൾ അന്വേഷിച്ചോ എന്ന് പറയുന്ന നില എത്തുകയും ചെയ്തിട്ടുള്ളത്. അതാണല്ലോ കാര്യം. യെസ്.